എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു വർഷമായി. കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് തുടങ്ങി, ഈ വർഷം ബർത്ത്ഡേ ആയപ്പോഴത്തേക്ക് ഒരു വർഷം. കുറച്ച് ആളെന്നെ കാണാതായപ്പോൾ ഞാൻ വീഴുന്നതിനായിട്ട് എണീത്തായോ. സ്ഥിരമായിട്ട് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബീൻ എ കൈൻഡ് ഓഫ് ഗുഡ് ജേർണി. അതുകൊണ്ട് സത്യമായിട്ടും ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആയിരിക്കും. എല്ലാവർക്കും നമസ്കാരം എന്ന് ഞാൻ എല്ലാ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം എന്നുള്ളതിൻ്റെ കന്നഡയാണത്. അതുകൊണ്ടാണ് ഈ കന്നഡ പടങ്ങളോട് ഒരു വല്ലാത്തൊരു താല്പര്യം. നമ്മൾ പിന്നെ കുറേ നാളായാലും ഈ റോസ്റ്റ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട്. അതുകൊണ്ട് അടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. യുനോ സംതിങ് ബിഗ്, സംതിങ് എപ്പിക്. എന്താ പറയുക, ഈ മഹാഭാരതമൊക്കെ പോലെ. അങ്ങനെ ഞാൻ തപ്പി ഇറങ്ങി. മഹാഭാരതം കിട്ടിയില്ല, പകരം ഒരു കുന്നംകുളം രാമായണം കിട്ടി. ഒരുപക്ഷെ കോവിഡിന് മുമ്പ് കർണാടകയിലെ ജനങ്ങളെല്ലാം കൂട്ടത്തോടെ ഏങ്ങലടിച്ച് കരഞ്ഞ് ഈ സിനിമയുടെ റിലീസ് ഉണ്ടെന്നായിരിക്കും. അത്ര കിഡ്നി ടച്ചിങ് ആണ് ഈ പടം. നിങ്ങൾ കണ്ണ് പൊത്തിപ്പിടിച്ചാലും കണ്ണീര് കാത് വഴി പുറത്തു വരും. അതുകൊണ്ട് ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് റെഡി ആയിട്ടിരുന്നു. പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പടം ഒരു മാസ്റ്റർ പീസ് ആണ്. ഐ മീൻ, കന്നഡ സിനിമയിലെ സ്ക്രീൻ പ്രസൻസിന് പേര് കേട്ട രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരുമാതിരി കന്യാകുമാരി നിന്ന് ബാലെ കളിക്കാൻ വന്നവരെ പോലെ കൊണ്ട് നിർത്തണമെങ്കിൽ നിസ്സാര കഴിവൊന്നും പോരാ. ഈ പടം മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഇത് ശരിക്കും പടമാണോ അതോ പൊറോട്ട നാടകമാണോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് പടം തുടങ്ങുമ്പോൾ തന്നെ ഒരുമാതിരി ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലെ ഒരു ചവിട്ട് നടത്തിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. അതായത് രാവണനായിട്ട് ഭർത്താവ് അഭിനയിച്ച് കൊണ്ടുവരുന്ന കാശിന് കഞ്ഞി കുടിച്ചിട്ട് മകനെ രാമനായിട്ട് വളർത്താൻ നോക്കുന്ന അമ്മച്ചി. വാട്ട് എ ക്യാരക്ടർ വർക്ക്. അവിടെ രാമൻ, ഇവിടെ രാവണൻ. അവിടെ രാമൻ, ഇവിടെ രാവണൻ. അവിടെ രാമൻ, ഇവിടെ രാവണൻ. സോറി, മൈ ബാഡ്. മൂവിങ് ഓൺ. അപ്പോൾ എന്നത്തെ പോലെ അന്ന് രാവണനായിട്ട് അഭിനയിച്ച് കിട്ടിയ കാശിൻ്റെ സന്തോഷത്തിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. രാമനെ ചീറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു ചില്ലി കാശ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ കാശല്ല പെണ്ണുമുള്ള വലിച്ചെറിയുന്നു. അതുകൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ പിന്നെ ഒരു മര്യാദ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങേറെ രാവണൻ്റെ കിരീടത്തെ ജസ്റ്റ് നോക്കി തീ പിടിപ്പിക്കും. ഐ മീൻ ലിറ്ററലി നോക്കി തീ പിടിപ്പിക്കും. ആൻഡ് ദാറ്റ് വാസ് എ ബാഡ് ട്രിഗർ ഫോർ രാവണമാമ. അങ്ങേരെ ആ കിരീടം എടുത്ത് ഇങ്ങനെ ചെള്ളയ്ക്ക് ഒരെണ്ണം കൊടുത്തിട്ട് കുറേ തെറിയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അടുത്ത ദിവസം ആ തള്ളയും എങ്ങോട്ടോ ഇറങ്ങിപ്പോവും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും രാവണമാമൻ്റെ ഫ്യൂസ് ഒടിച്ചു പോകും. അങ്ങനെ അമ്മ ഇട്ട് തന്ന രാമൻ്റെ മാലയും അച്ഛൻ തട്ടിപ്പോയ വകയിൽ കിട്ടിയ രാവണൻ്റെ വേഷവും രണ്ടും ആവാഹിച്ച് ഒരു അപരാധം ഈ ഭൂമിയിൽ പിറവിയെടുക്കുന്നു. അവനാണ്. അപ്പോൾ ടൈറ്റിലൊക്കെ എഴുതി കാണിച്ചതിന് ശേഷം നമ്മൾ കാണുന്ന ബാംഗ്ലൂർ സിറ്റിയിലെ എല്ലാ ഗുണ്ടകളും, ഐ മീൻ ലിറ്ററലി എല്ലാ ഗുണ്ടകളും അവരുടെ ആധാർ കാർഡ് തപ്പിയെടുക്കുന്നതാണ്. അവരോടൊക്കെ അവരുടെ ആധാർ കാർഡ് കൊണ്ടുവരാൻ ആരോ പറഞ്ഞു. പക്ഷേ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ചില പ്രതികരണങ്ങളിലെ വെയിറ്റ് റോക്കി ബൈ, ഇസ് ദാറ്റ് യു? അങ്ങനെ ഈ ആധാർ കാർഡൊക്കെ ആയിട്ട് ഒരു ഇരുട്ടുള്ള ഗോഡൗണിലോട്ട് ഈ ഗുണ്ടകളെല്ലാം കൂടെ വരും. അവിടെ ചെന്നിട്ട് നായകനെ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഇവർ ടോർച്ച് അടിച്ച് നോക്കും. അപ്പോൾ താണ്ട വരുന്നു നമ്മുടെ ആദ്യത്തെ നായകൻ ശിവണ്ണ. അയ്യോ അതല്ല, ഇത് 10 തലയും നെഞ്ചത്ത് തീയും 35 വവ്വാലും. അപ്പോൾ ഈ തീയും പുകയൊക്കെ കണ്ടിട്ട് ഇത് മകരജ്യോതിയാണെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഈ തല്ലാൻ വന്നവന്മാരൊക്കെ ഇങ്ങനെ മുന്നിൽ വന്നങ്ങ് കിടക്കും. എന്നിട്ട് നിലത്ത് കിടന്നുരുളും. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ഏത്ത വിടും. എന്നിട്ട് കുണുങ്ങി അടുത്തോട്ട് ചെല്ലും. ലോ ഗ്രേഡ് BDSM പോലെ ഉണ്ട്. ആൻഡ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ശിവണ്ണ വാസ് ഡൺ ഡേർട്ടി. ഐ മീൻ, നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കി, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കി. അപ്പോൾ ശിവണ്ണ ആക്ച്വലി ആധാർ കാർഡ് മാലയൊക്കെ വെച്ചിട്ട് ഒരാളെ തപ്പുകയാണ്. ആ ഒരാളാണ് നമ്മുടെ അഭിനയ ചക്രവർത്തി കിച്ച സുദീപ്. അഭിനയ ചക്രവർത്തിക്ക് കർണാടക ചക്രവർത്തിയേക്കാൾ വളരെ കേവലമായൊരു ഇൻട്രോ ആണ്. കർണാടക ചക്രവർത്തിക്ക് പിന്നെ പാട്ടും ഡാൻസും കൂത്തും ഒക്കെ ഉണ്ടായിരുന്നു. അഭിനയ ചക്രവർത്തിക്ക് ലിറ്ററലി ഒരു ഉറുമ്പിനെ സ്റ്റോക്ക് ചെയ്ത് ബ്ലോ ചെയ്യുന്നതാണ് അങ്ങേരുടെ ഇൻട്രോ. അതിൻ്റെ കൂടെ ഒരു കോണോത്തിലെ നിർത്തവും പിന്നെ ഒരു കൂട്ടം കാളുകളുടെ നടുക്കൂട്ടുള്ള ഈവനിങ് നോക്കും. ഇതൊക്കെ എങ്ങനെ ആലോചിച്ചെടുക്കുന്നു എന്തോ. ഇത്രയും കേട്ടിട്ട് നിങ്ങൾ കല്ല് പോലെ നിന്നെങ്കിൽ ആ കല്ലിൽ തന്നെ നിങ്ങൾക്ക് തല തെളിച്ചാവാനുള്ള രീതിയിലാണ് ഇനി അങ്ങോട്ട് സിനിമയിൽ കാര്യങ്ങൾ. അപ്പോൾ അഭിനയ ചക്രവർത്തിയുടെ ക്യാരക്ടറിൻ്റെ പേര് കൈസർ റാം എന്നാണ്. അങ്ങേരെ ആൾ ക്രൂവലാണ്. വെള്ളപ്പൊക്കത്തിന്റെ തുഞ്ചത്ത് തോക്കും ബോംബും കൊണ്ടൊന്ന് അടുക്കി വെക്കുക, ഇത്തിരി പോകുന്ന കമ്പ് കൊണ്ട് 50 കിലോമീറ്റർ ദൂരെയുള്ള ബിൽഡിംഗ് പൊട്ടിക്കുക, അങ്ങനെ പല സൂപ്പർ പവറുകളുണ്ട്. അപ്പോൾ ഇങ്ങേരെയാണ് ശിവണ്ണയ്ക്കും പോലീസിനും വേണ്ടത്. പക്ഷെ അതിനൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഇങ്ങേരെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടവരാരും ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കും? അവൻ്റെ അമ്മയുടെ മറ്റേ താലി വെച്ച് മറ്റേ ആദ്യം കാണിച്ച മറ്റേ മാല വെച്ചിട്ട്. ഈ അവിഞ്ഞ കഥയിൽ ഒരു തൊലിഞ്ഞ ഹീറോയിനുണ്ട്. ഈ നെഞ്ചു നക്കുന്ന പാസവും തല തിറക്കുന്ന സീനുകളും പടമായാലും പോലും എഴുന്നേറ്റ് നിന്ന് തല്ലുന്ന, ഐ മീൻ തുള്ളുന്ന രീതിയിലുള്ള പാട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ സിനിമയുടെ ഏറ്റവും മികച്ച ഒരു വശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് ഡയറക്ടറോട് പറഞ്ഞാണ്, നമുക്ക് ഈ ബാംഗ്ലൂർ സൈഡിലൊക്കെയുള്ള കണ്ടാൽ വളരെ സാധാരണയായി തോന്നുന്ന ഒരു പെൺകുട്ടി മതി, സേ നോ മോർ. ഇതേപോലൊരു കോൺവെർസേഷൻ സിനിമയുടെ മേക്കപ്പ് മാനുമായിട്ട് ഉണ്ടാവാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇടയിൽ നമുക്ക് ഈ ശിവണ്ണ എല്ലാ സിനിമയിലും ഒരേ ഗെറ്റപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് കൊടുത്താൽ, എന്തെങ്കിലും ഒരു ഗെറ്റപ്പ് ചേഞ്ച്, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? പോ. അപ്പോൾ സുദീപിന് വേണ്ടേ സാർ? വേണം. പൊടാത്തേണ്ടി. അപ്പോൾ ചക്രവർത്തി ഒരു നാടകം കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സീതയെ പൊക്കിക്കൊണ്ടുവരുന്നു. അപ്പോൾ ചക്രവർത്തി രാവണനാണ്. സീത ആദ്യം കുറച്ചൊക്കെ ഇടഞ്ഞു നിന്നെങ്കിലും പിന്നെ അങ്ങോട്ട് അലിഞ്ഞു ചേർന്നു. അപ്പോൾ ചക്രവർത്തി രാമനായി. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അപ്പോൾ പിന്നെ അടുത്ത എന്താ? സീത പരിണയം. പക്ഷെ അങ്ങനെ കണ്ട ഇപ്പോൾ താലി കെട്ടൊന്നും പോരാന്ന് സീത പറയും. അതായത് കഴുത്തി കെട്ടുന്ന മഞ്ഞ ചരട് തൊട്ട് ഉടുക്കുന്ന സാരി വരെ എല്ലാം പണിയെടുത്തുണ്ടാക്കണം. അങ്ങനെ സീതയുടെ നിർബന്ധപ്രകാരം അവരവിടെ പാടത്തും വരമ്പത്തും പറമ്പത്തും ഒക്കെ പണിയെടുക്കാൻ തുടങ്ങി.
ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇൻ്റർനാഷണൽ ലെവലിൽ തുപ്പാക്കി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവനെ കൂരയ്ക്ക് പുമ്മായം പൂശുന്ന ലെവലിലേക്ക് എത്തിച്ചു. മെൻ ഇൻ ലവ്. അങ്ങനെ പണിയെടുത്ത കാശിന് താലി കെട്ട്. അങ്ങനെ താലി കെട്ടുന്നതിന് തൊട്ട് മുമ്പ് ചക്രവർത്തി ആ രഹസ്യം സീതയോട് പറയും. താൻ കൈസർ റാം അല്ലെന്നും കൈസർ എന്ന് പറയുന്നത് വേറൊരാളാണെന്നും ഒക്കെ പറയുന്നു. ആൻഡ് സീത വാസ് ലൈക്ക്, നീ ആറാ ട്വിസ്റ്റ് കൊടുക്കരുത്, ഞാൻ കൊടുക്കാൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയും, ഞാൻ വെറും സീതയോ നാടകക്കാരിയോ അല്ല, ഞാൻ നിന്നെ പിടിക്കാൻ നടക്കുന്ന പോലീസുകാരൻ്റെ മകളാണെന്ന്. അങ്ങനെ ചക്രവർത്തി സീതയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു അറ്റാക്ക്. ഈ ചതുപ്പിൽ ഒറ്റക്കാലിൽ കുത്തിയിരിക്കുന്ന കൊക്കിന്റെ വയലിൽ ചിക്കൻ ഫ്രൈ കുത്തി കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതേപോലത്തെ ഒരു പണി ചക്രവർത്തിക്ക് വീണ്ടും കിട്ടി. ഉയർനൻഫൻ ഓംഫിച്ചു. അങ്ങനെ ആ ഫൈറ്റിനൊക്കെ ഒടുവിൽ ഭയങ്കര വികാര നിർഭരനായിട്ട് ചക്രവർത്തി കുറേ ഡയലോഗ് അടിച്ചതിന് ശേഷം സീതയ്ക്ക് വേണ്ടി ചക്രവർത്തി സറണ്ടർ ആവും. എന്നിട്ട് ജയിലിൽ ചാടും. എന്നിട്ട് കൈസറിനെ വിളിച്ചു വരുത്തി രണ്ടുപേരും കൂടെ ഒരു ആക്സിഡൻറ്റിൽ അങ്ങ് മരിക്കും. അപ്പോൾ ആ ആക്സിഡൻറ്റിൻ്റെ ഇടയ്ക്ക് തെറിച്ച് വീണ ചക്രവർത്തിയുടെ മാലയാണ് നമ്മുടെ സീതയുടെ കയ്യിലുള്ളത്. ഇതേപോലത്തെ ഒരു മാലയാണ് ശിവണ്ണയുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ചക്രവർത്തി മരിച്ചല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് എല്ലാവരും കൂടെ മാനത്തോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് ചത്ത് പണ്ടാരോടങ്ങിയെന്ന് വിചാരിച്ച കൈസർ തിരിച്ചു വന്നിട്ട് അന്നത്തെ ആക്സിഡൻറ്റിൽ ചക്രവർത്തി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി. ഓ മാൻ, വാട്ട് ആൻ എസ്കേപ്പ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരൊറ്റ ചോദ്യം, ചക്രവർത്തി എവിടെ? ചക്രവർത്തി അങ്ങ് ദൂരെ ലണ്ടനിൽ. എന്തായാലും ഭാരതത്തിലെ കച്ചവടം അങ്ങനെ മതിയായി. അപ്പോൾ ഇനിയിപ്പോൾ ലണ്ടൻ അധോലോകമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ചക്രവർത്തിയുടെ ലക്ഷ്യം ലണ്ടൻ അധോലോകമാണെങ്കിൽ ശിവണ്ണയുടെ ലക്ഷ്യം ചക്രവർത്തിയാണ്. അതിന് ശിവണ്ണ ഏതറ്റം വരെയും പോകും. ഈ ചക്രവർത്തിയുടെ തലയിലെ മലര് കണ്ടിട്ട് തന്നെ നമ്മുടെ മണ്ട കാഞ്ഞിരിക്കുകയായിരിക്കും. അതിൻ്റെ കൂടെ ഇങ്ങേരെ പിടിക്കാനായിട്ട് ഈ ശിവണ്ണ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ശിവണ്ണയും ഇന്റർപോളും പോലീസും എല്ലാവരും കിണഞ്ഞ് ശ്രമിച്ചിട്ടും കിട്ടാത്ത ചക്രവർത്തിയെ പിടിക്കാനായിട്ട് ശിവണ്ണ 1-2 കാര്യങ്ങൾ ചെയ്യും. ആദ്യത്തെ കാര്യം, ചക്രവർത്തിയുടെ കൂടെയുള്ള കൂട്ടാളി അങ്ങ് തൂക്കും. അത് നിസ്സാര തൂക്കൊന്നുമല്ല, കൊലത്തൂക്ക്. ഈ മിഷൻ ഇമ്പോസിബിൾ പടത്തിലൊക്കെ ഈ ടോം ക്രൂസ് കാർഗോ പ്ലെയിനിൽ ഓടിച്ചെന്ന് പിടിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ മുങ്ങി വയ്ക്കുക, ഹെലികോപ്റ്റർ ഓടിക്കുക, അതൊക്കെ എന്ത്? നിങ്ങൾ എയർ ഡ്രോപ്പ് കണ്ടിട്ടുണ്ടോ? ലിറ്ററൽ എയർ ഡ്രോപ്പ്. അപ്പോൾ അത് ചെയ്തിട്ടും വീഴാത്ത ചക്രവർത്തിയെ വീഴാനായിട്ട് രണ്ടാമത് ആരും ആലോചിക്കാത്തൊരു വെറൈറ്റി ഐഡിയ ശിവണ്ണ ഇറക്കും. അതായത് നമ്മുടെ മറ്റേ സീത ഉണ്ടല്ലോ, അവരെ ഒരു വേശ്യയായിട്ട് ചിത്രീകരിച്ച് ഇയാളുടെ മുന്നിൽ കൂടെ നടത്തിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ശിവണ്ണ അങ്ങേറെ തൊലിഞ്ഞ ഫ്ലാഷ് ബാക്ക് പറയും. അതായത് ശിവണ്ണ ഒരു നാടകക്കാരനാണ്. അപ്പോൾ അങ്ങേരെ ഏതോ ഒരു നാടകത്തിൽ രാമനായിട്ട് അഭിനയിക്കുന്നുണ്ടിട്ട് നമ്മുടെ മറ്റേ ആദ്യത്തെ രാമൻ ഫെറ്റിഷ് അമ്മച്ചി ഉണ്ടല്ലോ, അവർ കയറി വന്നിട്ട് നീ എൻ്റെ മോനാണെന്നും പറഞ്ഞ് അയാളുടെ കൂടെ കയറി ഒട്ടും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അത് അവരുടെ മോനല്ലെന്ന്. അപ്പോഴത്തേക്ക് അവർ ഇറങ്ങി അങ്ങ് പോകും. ഇവിടെ മിണ്ടി തീർന്ന ഉടനെ എല്ലാരും പിണങ്ങി പോകാന്നോ? പക്ഷെ അപ്പോഴത്തേക്ക് ശിവണ്ണൊക്കെ ആണെങ്കിൽ ഈ അമ്മയില്ല, അച്ഛനില്ല, കുടുംബം ഇല്ലാത്തതുകൊണ്ടൊക്കെ പുള്ളിക്കാണെങ്കിൽ അമ്മയോടൊരു ഭയങ്കര സ്നേഹമായി. അപ്പോൾ പുള്ളിക്കാരൻ ചെന്ന് അവർക്ക് വാക്ക് കൊടുക്കും, നിങ്ങളുടെ മോൻ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് തരാം, ഒരു ഫോട്ടോ തരാമോന്ന് ചോദിക്കും. ഉടനെ അവർ, ഇന്നാ മോനെ ഈ മാലയുണ്ട്, എൻ്റെ മോൻ്റെ കഴുത്തിൽ ഇമാതിരി ഒരു മാല കാണും, അത് വെച്ച് നീ അവനെ കണ്ടുപിടിക്കും. ശിവണ്ണ ഹോസ്റ്റലിൽ പുല്ല് ചോദിച്ചും പോയി. ശിവണ്ണ ഈ തേമ്പിയ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശിവണ്ണയെ പിടിക്കാനായിട്ട് ചക്രവർത്തി ആ സ്ഥലത്ത് വരും. എന്നിട്ട് ശിവണ്ണയെ പിടിക്കാനായിട്ട് ഒരു കിടിലൻ ഐഡിയ ഇറക്കാം. ഐ മീൻ ലൈക്ക് ലോക സിനിമയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല, ബട്ട് എന്നാലും അതൊരു 1-1.5 ഐഡിയ ആണ്. ആൻഡ് ദാറ്റ് ഈസ് വോയിസ് റെക്കഗ്നിഷൻ. Voice recognition mode activated. నా పేరు రవి అండి. Voice recognition failed. Voice recognition mode activated. ఎం పేరు గణేష్. Voice recognition failed. Voice recognition mode activated. ഇപ്പൊ പിടിക്കും. എൻ്റെ അമ്മോ, ഇതൊക്കെ എങ്ങനെ ആലോചിക്കുന്നോ എന്തോ. എന്തായാലും നമ്മുടെ ചക്രവർത്തി അവിടെ നിന്ന് സീതയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു റൺവേയിൽ കൊണ്ടുവന്ന് തള്ളിയിടും. എന്നിട്ട് കുറച്ച് നല്ല മുന്തിയനം VFX പട്ടികളെ തുറന്നു വിടും. ആഹാ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സീതയെ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് ശിവണ്ണ ഒരു കാറിൽ വരും. എന്നിട്ട് അവളെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഇറക്കി വിടും. അപ്പോൾ അതാണ്ട് ശിവണ്ണ ബൈക്കിൽ വേറൊരു സൈഡിൽ കൂടെ വരുന്നു. അപ്പോൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത്, ഓ മൈ ഗോഡ്, വാട്ട് എ ട്വിസ്റ്റ്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കർണാടക ചക്രവർത്തി അഭിനയ ചക്രവർത്തിയും കൂടെ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നു. ഫൈറ്റ് നടക്കുന്നു. മെയിൻ വില്ലൻ്റെ ആൾക്കാരെ കൊല്ലുന്നു, മെയിൻ വില്ലനെ കൊല്ലുന്നു. അത് കഴിയുമ്പോൾ ചക്രവർത്തിയുടെ അമ്മയെ തിരിച്ച് കിട്ടുന്നു. രാമനും രാവണനും സീതയും 14 വർഷത്തെ വനവാസമൊക്കെ ആയിട്ട് ഇന്ത്യൻ സിനിമയിലെ നല്ല ലോക സിനിമയിൽ ഇത്രയും മികച്ച ഒരു രാമായണ അഡാപ്റ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഓ നീ അപ്പടി വരിയാ. എന്നാലും എൻ്റെ ശിവണ്ണ